നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വില നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് 22 ക്യാരറ്റ് ഗോൾഡിന്റെ വില 80 രൂപ ഇറങ്ങിയിരിക്കുന്നു. 24 ക്യാരറ്റ് ഗോൾഡിൽ ആൽമോസ്റ്റ് 90 രൂപ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 15,980ക്ക് വന്നിരിക്കുന്നു. അത് 14,680ക്ക് വന്നിരിക്കുന്നു. വെള്ളിയുടെ വിലയും ഇറങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 2,71,000 രൂപയാണ്. രൂപ താഴെ ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. 95.75 2,99 രാവിലെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ. ഇതിന് ഇന്ത്യ ബാസ്ക്കറ്റ് എന്നൊന്ന് തനിയായിരിക്കുന്നു. ഇന്ത്യ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ബ്രണ്ടിനെക്കാട്ടിൽ കൂടുതലാണ് ഉള്ളത്. 15-30 പോയിന്റാണ് ഡൗണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി 300 പോയിന്റ് ഡൗണ്. പിന്നെ വേറെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് മാർക്കറ്റിനെ കയറ്റുന്നു. ഇതിനെ വെച്ച് കയറ്റുന്ന മെറ്റൽ, ഓട്ടോ, ഫാർമ ഇതൊക്കെ വെച്ചാണ് കയറ്റുന്നത്. IT ഫ്ലാറ്റ് ആയിരിക്കുന്നു. FMCG മാർജിനറി ഡൗണ്. എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം എന്നതിനെ കുറിച്ച് നോക്കാം. എന്തുകൊണ്ട് ഈ ബാങ്ക് നിഫ്റ്റിനെ തിരികെ അടിക്കുന്നു എന്ന് നോക്കാം. ടാറ്റ സ്റ്റീൽ 4% അപ്പ്, തങ്കമയിൽ 3.5% അപ്പ്, കർണാടക ബാങ്ക് 2.3% അപ്പ്, വന്ദന സ്ഫൂർത്തി 2% അപ്പ്, ടാറ്റ പവർ 1.5% അപ്പ്, TC റെക്കോർഡ് ഡേറ്റ് ഇന്ന് 3% ബുസ്സാണ്. JFC ബാങ്ക് 2% ഇറങ്ങിയിരിക്കുന്നു. അമർ രാജ 1% ഇറങ്ങിയിരിക്കുന്നു. ആൻഡ് 52 വീക്ക് ലോയറടുത്ത് വന്നിരിക്കുന്നു. ITC HDFC ബാങ്കിൽ ഒരു മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റിന് എക്സ്ട്രാ വട്ടി കൊടുക്കുന്നതിന് വട്ടിയെന്ന് പറയാതെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. 5 കോടി എന്ന് റിപ്പോർട്ട് ലീക്കായി ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നു. 8 ഇന്ത്യ ആഫ്റ്റർനൂൺ ഇതുപോലെ ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് അവർ സത്യം ചെയ്യുന്നു. HDFC ബാങ്ക് പിന്നെ ഈ കറപ്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയിരിക്കുന്നു. ഫിസിക്കലി ഒരു 45 കോടി എക്സ്ട്രാ പേയ്മെൻറ്റിന് ഡെപ്പോസിറ്റിന് റെഡി ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. കാരണം ബാങ്കും അടി, ബാങ്കിങ്ങിൻ്റെ പ്രൈവറ്റ് സെക്ടറും ഭയങ്കര അടിയാണ്. RBI $5 ബില്യൺ കൊടുക്കുന്നത് 3 വർഷം സ്റ്റോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഇപ്പോൾ ഡോളർ കൊടുത്തുകൊണ്ട് രൂപ വാങ്ങാമെന്ന കഥയാണ്. 3 കൊല്ലം കഴിഞ്ഞ് അവർ തിരികെ ഡോളറിന് വാങ്ങും. 5 ബില്യൺ ഓഫർ കൊടുക്കുകയാണെങ്കിൽ 8 ബില്യൺ എത്തിയിരിക്കുന്നു. എന്നു വെച്ചാൽ കാരണം എന്തെന്ന് വെച്ചാൽ മുക്കാവശ്യ ആൾക്കാർക്കും ഡോളറിന്റെ ഡിമാൻഡ് തന്നെ ആവശ്യപ്പെടുന്നു. കൊടുക്കാനും ആൾക്കാർ റെഡി ആയിട്ടുണ്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു 18,000 കോടി വലിയ ഒരു ബ്ലൂ ചിപ്പിലാണ് ഇട്ടിട്ടുള്ളത്. റിലയൻസ്, ഇൻഫോസിസ്, ITC, HDFC ബാങ്ക് എന്നൊക്കെയാണ്. ചിലതൊക്കെ കറക്റ്റ് ഡിസിഷനാണ്. ഗോൾഡ് ലോൺ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയോടൊപ്പം ഗോൾഡ് ഹോൾഡിംഗ് റെക്കോർഡിങ്സ് പോയിരിക്കുന്നു. 8 മൊത്തവും മണപ്പുറം ചേർത്താൽ തന്നെ 134 തന്നെ ഗോൾഡ് എത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ ഗോൾഡ് ലോൺ വളരെ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ടാറ്റ സിംസ് എന്ത് ചെയ്തു എന്നാൽ ഇന്നലെ 6 മണി നേരം ഇരുന്ന് ചന്ദ്രയെ കളിപ്പിച്ച് നോക്കിയായിരുന്നു. എന്ത് കാര്യം എന്ന് വെച്ചാൽ 2 ലക്ഷം കോടി ഞാൻ ബിസിനസ്സിലിട്ടായിരുന്നല്ലോ, പക്ഷെ ലാസ് ആയല്ലോ. 1000 കോടി പോയി. അപ്പോൾ ഉദയത്തിന് എന്താണ് ഉത്തരം എന്ന് ചോദിച്ചായിരുന്നു. അതിന് ഒരു CEO വന്ന് ഉത്തരം പറഞ്ഞായിരുന്നു. എയർ ഇന്ത്യയിൽ നിന്ന് വിൽസൺ വെളിയിൽ ചെന്നതിന്, അതായത് വിൽസൺ വെളിയിൽ ചെല്ലുന്ന മുമ്പ് തന്നെ ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് വിളിച്ചു വെച്ചാണ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. ഇന്റലിൽ നിന്ന് വന്ന ടാറ്റ ഇലക്ട്രോണിക്സിന് ചോദിച്ചായിരുന്നു. ഇന്നവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ബ്രദേഴ്സ് ഡിജിറ്റലിൽ സദാനന്ദൻ എന്ന ഒരാളൊന്ന് സംസാരിച്ചായിരുന്നു. 7 അവർ മീറ്റിംഗ്. 4 ആൾക്കാരുടെ മാറ്റി ചോദ്യങ്ങൾ ചോദിച്ചെന്ന് പറയുന്നു. ചന്ദ്രശേഖർ അവസരം ഞാൻ തന്നെ എന്നെ കൈ ഉയർത്തി എന്ന് പറയുന്നു ജിറ്റലിന്. ഇതുപോലെ ഇട്ട് കഷ്ടപ്പെടുത്തി ഒരുപാട് ദിവസമാകുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ആഴ്ചയും ക്ലീൻ ബോൾഡാണ്. അപ്പോൾ ഈ 7 അവർ മീറ്റിങ്ങിൽ എന്തായെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യണം. ചന്ദ്രശേഖർ എന്താണ് ചെയ്തു? ചന്ദ്രശേഖർ പതിയെ ട്രിപ്സിൽ വെളിയിൽ വരണം. ഇന്ത്യൻ എന്ത് പറയുന്നു എന്നാൽ ഗോൾഡ് ഡ്യൂട്ടി ഇമ്പാക്റ്റ് ഒന്നും ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. കൂടുതലായിരുന്നാലും ഞങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. 3 മാസം എടുക്കുവാണെങ്കിൽ തന്നെ ട്രെൻഡ് ക്ലിയർ ആവും എന്നാണ് ടൈറ്റൻ പറഞ്ഞത്. ഫാർമ വന്നിട്ട് അൺലോപ്സെറ്റ് എന്ന് പറഞ്ഞൊരു മരുന്ന് റെഡി ചെയ്തിരിക്കുന്നു. സ്കിൻ ക്യാൻസറിനാണ്. 50% ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് തീർന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ലില്ലി എന്ത് പറയുന്നു എന്നാൽ ഒരേ ഒരു ഡ്രഗ് ജീൻസ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റി തള്ളും. അവിടെ കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം തീരുമെന്ന് പറയുന്നു. എന്നൊക്കെ മരുന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ കൊളസ്ട്രോളിനെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ മരുന്നുകൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് അതൊക്കെ എന്താവും, ഈ നേരിട്ട് എന്താവും. പിന്നെ ഒരേ എഡിറ്റിങ്സ് ഇടുവാണെങ്കിൽ പിന്നെ ജീവിതകാലം മൊത്തം മരുന്ന് വേണ്ട എന്നാണ് പറയുന്നത്. ഒരു എഡിറ്റിംഗ് ശരിയായെങ്കിൽ ഇതൊക്കെ ഒരു അന്യായം പോലെയാണ് തോന്നുന്നു. എന്ത് ചെയ്യുന്നു എന്നാൽ അവർക്കൊരു പുതിയ ഓർഡർ കൊടുത്തിരിക്കുന്നു. SW സ്റ്റീൽ എന്ന് പറഞ്ഞ് പുതിയ സ്റ്റീൽ ഇറക്കിയിരിക്കുന്നു. IWAE മുംബൈ പോർട്ടിൽ നമുക്ക് ഓർഡർ വാങ്ങി സുഖമായിട്ടിരിക്കുന്നു. ഇത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കും എന്നാണ് തോന്നുന്നു. റുപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ഫൈനാൻസ് കമ്പനി ബാങ്കിൻ്റെ ഒപ്പം കൈകോർത്ത്
MSME ട്രേഡ് ഫൈനാൻസ് കൊടുത്തിരിക്കുന്നു. എസ്പെഷ്യലി എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക് കാശ് കൊടുക്കാം എന്ന് പറയുന്നു. CC ബാങ്ക് എന്ത് ചെയ്തു എന്നാൽ HDFC ബാങ്കിനെ അങ്ങനെ ഊതി പുറകെ വിട്ടുകൊണ്ട് ആദ്യത്തെ ഡീലിലാണ് ഇരിക്കുന്നത്. നിങ്ങളാണ് മാക്സിമം ക്രെഡിറ്റ് കാർഡ് പോയവാസം കൊടുത്തത്. അങ്ങനെ തള്ളുവണ്ടിയിൽ ആണ് എടുത്തോണ്ട് പോകുന്നത് കാർഡൊക്കെ. പോയവർ ആൾക്കാരെടുത്ത് ഇരുന്ന് വാങ്ങിയ ക്രെഡിറ്റ് സ്കോറിനൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അതൊരു ഓക്കെ അല്ലെങ്കിൽ ആ കാർഡിനെ തേക്കും. അവർ പോയി ജോളിയായിട്ട് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ വൈഫിൻ്റെ ഒപ്പം ചെലവ് ചെയ്തുകൊണ്ട് ലൈഫ് ലോങ് 60% EMI കെട്ടിക്കൊണ്ടിരിക്കും. SBI HDFC ബാങ്ക് രണ്ടും കൊണ്ടും പറ്റുന്നില്ല. കോമ്പറ്റീഷനിൽ ICICI ആണ് ആദ്യം ഇരിക്കുന്നത്. കറക്റ്റായിട്ട് കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നു. ആര് ചെയ്താലും നമുക്കിപ്പോൾ ആശാണ്. ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത് വന്ന് ഫോസിസ് ആൻഡ് TCS വാല്യുവേഷന് ഇന്നും കുറയ്ക്കേണ്ട ചാൻസസ് ഒരുപാടുണ്ട്. ഇന്നും ഒരു അക്ഷയത്തിന് വരും. ഏറെ ഇമ്പാക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല അതിൽ ആണ് പറയുന്നത്. ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു എന്നാൽ ബൈബാക്ക് ചെയ്യാൻ കാശില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. $2 ബില്യൺ കടം വാങ്ങി കാശ് ഇത് ബൈബാക്ക് ചെയ്യുന്നു. ഈ ഷാറുഖ് ഖാനൊക്കെ TV അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ കാശ് കൊടുക്കുന്നല്ലേ. ക്രിക്കറ്റ് ടീമിന് തന്നെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അവർക്ക് ഫോർജറി ആൻഡ് ഫ്രോഡിന് വേണ്ടിയിട്ട് 6 മാസം ജയിൽ ശിക്ഷ കൊടുത്തിരിക്കുന്നു. ഈ ജയിൽ കൊടുത്ത ഡിസിഷൻ വന്നിട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. കാരണം ഈ ഫ്രോഡ് കേസ് കൊടുത്തതിന് അവർ വന്നില്ല. ഇന്ത്യൻ കോർട്ടിൻ്റെ ഡീലെല്ലാം സിംഗപ്പൂർ കോർട്ടാണ്. അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ പെരമ്പ് കൊണ്ടടിക്കും. അതായത് അവസാനം നമ്മളെ കണ്ടുപിടിച്ച് പെരമ്പിട്ടടിക്കും. ഉള്ള സ്ഥലങ്ങളിലാണ് ഒരുപാട് ആൾക്കാർക്ക് ബാക്കിയുള്ളത്. ടീച്ചേഴ്സിന് ബാക്കിയിരിക്കുന്നു. സ്റ്റുഡൻസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കോഴ്സ് ഫീ കെട്ടാൻ അതിനും ബാക്കിയിരിക്കുന്നു. ടീച്ചേഴ്സിനൊക്കെ ശമ്പളത്തിൻ്റെ പുറപാടുണ്ട്. പിന്നെ PF ബാക്കിയിരിക്കുന്നു. ഇൻറ്റീരിയർ ചെയ്തവർക്ക് ബാക്കിയുണ്ട്. ഇവർക്കൊരു റിക്വസ്റ്റ് നോട്ടീസ് കൂടെ കൊടുത്തില്ല. ദുബായിൽ ഹാപ്പി ആയിരുന്നുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ ദുബായിൽ പിടിക്കുന്ന ഇല്ല എന്ന് നോക്കാം. പാമ്പ സോവറിൻ ഫണ്ട് ഏജൻസിയാണ്. ഇവിടെ പിടിച്ച് കേസ് തെറ്റ് ഈ ഓർഡറിനെ എടുത്തു വച്ചിരിക്കുന്നു. അടുത്ത് വലുതായിട്ട് ലാഭമെന്ന് പറയാനൊന്നുമില്ല. ഡിവിഡൻഡ് ചേർക്കുവാണെങ്കിലാണ് ലാഭം. OFS 2 തന്നെ വിൽക്കാൻ പോകുന്നു. റിയൽ കംപ്രസ് നാച്ചുറൽ ഗ്യാസ് പ്രൈസ് രൂപയ്ക്ക് വെച്ചിരിക്കുന്നു. അത് 12 ദിവസത്തിൽ ഫ്യൂൽ പ്രൈസ് ഹൈക്ക്, അതായത് ഇൻഫ്ലേഷൻ 5% കറക്റ്റായി കൊണ്ടുപോയി വയ്ക്കും. അതാണ് RBI ഫോളോ ചെയ്യാതിരിക്കുന്നത്. എയർ ഇന്ത്യ പോകും നാളെ ഒരു 800 ഫ്ലൈറ്റിൻ്റെ മുകളിൽ ചെയ്യാൻ പോകുന്നു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ടിക്കറ്റിനെ ഒരു പുതു പെർസെൻറ്റിൽ കയറ്റുന്നു. ആസ്ട്രേലിയയിലാണിത്. ഹെൽമെറ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ്ലി ആകുമാ. ഹെൽമെറ്റിന് വന്നിട്ട് 20% എക്സ്ട്രാ ആവും. ഇവിടെ ഇല്ല എന്നാണ് പറയുന്നുള്ളത്. ഇത് കാരണം ഏത് മെമ്മറീസിന് തിക്കാണ് ഒരടിയായിട്ട് എല്ലാം സെയിലാകുന്നു. ഹൈനിക്സോ മൈക്രോൺ എന്ന് പറയുന്ന കമ്പനി 1 ട്രില്യൺ വാല്യുവേഷൻ. ഇതൊക്കെ ഡെയിലി ഇതുപോലെ കമ്പനികളൊക്കെ ഒவ்வொரு കമ്പനി 1 ട്രില്യൺ ആകും എന്ന ഒരു നിലയ്ക്കാണ് ഇരിക്കുന്നത്. കോൾകോം വന്നിട്ട് സയൻസ് ഓഫ് ഓൺ ചീപ്പ് ഡ്രീം ഡാൻസ് ചെയ്തായിരുന്നു. ഇത് അവർ മാനുഫാക്ചർ ചെയ്ത് മികച്ചതായിരുന്നു. ഗവൺമെൻറ് $21 ബില്യൺ തന്നെ കൊടുക്കുമെന്ന് പറയുന്നു. അതായത് ടാരിഫ് റീഫണ്ട് ഒക്കെയാണ് എന്നുള്ള മുഖ്യ വാർത്തകൾ. അക്യൂട്ടി വീക്കായിട്ടാണ് ഉള്ളത്. നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടോ ഇരുന്നോ? അതിന് കയ്യിൽ കാശ് വയ്ക്കുന്ന സമയം 1, 2 എന്ന് കൺസിഡർ ചെയ്യാം. ബോണ്ട് ഈൽഡ് നോക്കിക്കൊണ്ടേ ഇരുന്നോ? ബോണ്ടിനെ വാങ്ങി കയ്യിൽ വയ്ക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. ഇന്ന് നമ്മൾ ചെയ്ത സ്ട്രാറ്റജി. ഓൾഡ് ബോണ്ട് പിന്നെ ഇക്വിറ്റി വർണ്ണ ഇൻട്രസ്റ്റിനൊക്കെ എടുത്ത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയിരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.